ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ല ഒറിജിനൽ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ഞാൻ ഇതിന്റെ തമിഴ് പതിപ്പായ പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് പറയണത്. ഈ ഭാഗം എന്തായാലും നമുക്ക് സാന്ത്വനം 2 കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ അങ്ങനെ ദേവി ഹോസ്പിറ്റലിൽ കിടക്കാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ വേണ്ടി മീനാക്ഷി വിളിക്കുമ്പോഴേക്കും സുകന്യ പറയുന്നുണ്ട്, ഇവിടെ ഒന്നും പറയാനായിട്ടില്ല. അവിടെ എന്തായെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നും പറയാനായിട്ടില്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട്. അതിനുശേഷം ബാലന് നമ്മുടെ ഗോമതി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ റൂമിൽ ആ കാഴ്ച കാണിച്ചു ബാലൻ ആകെ ഷോക്ക് ആവാണ്. ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാലൻ എന്താ നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ഗോമതി നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. നോക്കുമ്പോ തൊട്ടരിയിൽ അനുമോള് പ്രാന്ത് പിടിച്ച പോലെ കരയാണ്. സുകന്യക്ക് വലിയ കൂസലൊന്നും ഇല്ല, ഒരു ടെൻഷൻ പോലെ കാണിക്കണമെന്നേ ഉള്ളൂ. ബാലൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങളുടെ സ്ഥലത്ത് ആരാണെങ്കിലും മാനം രക്ഷിക്കാൻ വേണ്ടി ഇതേ ചെയ്യുള്ളൂ. പക്ഷെ ഇവന് ജീവൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പൊ അപ്പുറത്തേക്ക് വിട്ടാൽ ശരിയാവില്ല. ഇവനെ മാറ്റി അപ്പുറത്തെ റൂമിലേക്ക് കിടത്താമെന്ന് പറഞ്ഞിട്ട് അലോകിനെ പിടിച്ച് ബാലൻ അപ്പുറത്തേക്ക് കിടത്താണ്. പക്ഷെ പിറ്റേ ദിവസം അലോക് അവിടെ ഉണ്ടാവില്ല. അതാണ് അത്ഭുതം. കാരണം തമിഴിൽ ഇങ്ങനെയാണ്. തമിഴ് ചെയ്യുമ്പോൾ ബാലൻ അറിയില്ല കേട്ടോ അലോക് മരിച്ച കാര്യമൊന്നും. ഇവൻ തന്നെ എഴുന്നേറ്റ് പോകും. പക്ഷെ മീനാക്ഷി എടുത്ത് സുകന്യ പറയുന്നുണ്ട് അലോക് മരിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കണ നമ്മുടെ മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. താൻ ഒരാളെ കൊന്നു, താൻ ഇനി ജയിലിൽ പോയി കിടക്കേണ്ടി വരും, തന്റെ ജീവിതം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി നെഞ്ചത്തടിച്ച് കരയാട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ആനന്ദ് എത്തുന്നുണ്ട്. ആനന്ദ് മീനാക്ഷി അടുത്ത് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി എന്താണ് സംഭവിച്ചത്, എന്താ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും മീനാക്ഷി പറയണ്ട ദേവിയടുത്തേക്ക് ഒരു അപകടം പറ്റിയെന്ന് പറയാണ്. അപകടം? എന്ത് അപകടം? ദേവിയടുത്തി ഒന്ന് വീണു. എന്നിട്ട് എന്നിട്ട് എങ്ങനെയുണ്ട്? ദേവിക്കും കുഞ്ഞും എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാ ഞാൻ ആനന്ദേട്ടനെ വിളിച്ചത് എന്ന് പറയാണ്. അങ്ങനെ ആനന്ദ് ഡോക്ടർ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഡോക്ടറെ, എന്റെ ഭാര്യക്കും കുഞ്ഞിനും ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ദേവിയുടെ ഭർത്താവാണോ? അതെ, പറയാൻ കേട്ടോ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ് എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ ദേവിനെ ഇങ്ങനെ നോക്കി, ദേവിയുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണ്ട്. നമ്മുടെ ആനന്ദ് ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി സമാധാനപ്പെടുത്താണ്, ആനന്ദിന്റെ കരയല്ലേ, ദേവിയുടെ അടുത്തേക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, മീനാക്ഷിക്ക് ഒരു കാര്യം അറിയാവോ, ഞാൻ ഇന്ന് ശമ്പളം കിട്ടിയപ്പോഴേ കുറെ കുഞ്ഞുടുപ്പുകൾ വാങ്ങിച്ചിട്ട് വരികയാണ് കുഞ്ഞിന് എടുക്കാനായിട്ട്. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മീനാക്ഷി. ആനന്ദേട്ട ഒന്നും സംഭവിക്കില്ല, ആനന്ദേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ദേവിയടുത്തി ആനന്ദേട്ടനൊക്കെ പഞ്ചപാവങ്ങളാണ്, ദൈവങ്ങൾ അങ്ങനെ നിങ്ങളെ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഭയങ്കര വിഷമത്തിൽ കരയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ആര്യൻ വരുന്നുണ്ട്, ഗോമതി വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാലനും വരുന്നുണ്ട്. ബാലൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആക്കിയിട്ട് നമ്മുടെ സുകന്യ അടുത്ത് പറഞ്ഞിട്ട് അനുവിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പൊ ആര്യൻ ഓടി വരുമ്പോ തന്നെ ആനന്ദ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ആനന്ദേട്ടാന്ന് ചോദിക്കുമ്പോ ദേവി വീണടാ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് വെച്ച് പേടിയാണ്. അപ്പൊ ആര്യനും കരയാട്ടോ. മീനാക്ഷി അടുത്ത് ചോദിക്കണ്ടേ, എടുത്തി ദേവി അടുത്തേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എടാ ഒന്നും അറിയില്ലടാ, ഡോക്ടർ ഒന്നും പറഞ്ഞില്ല എന്ന് പറയണം. അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടേക്ക് ഗോമതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഡോക്ടറോട് ചോദിക്കണ്ടേ ദേവിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ്. ഡോക്ടർ പറയണ്ട ദേവിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഡോക്ടർ അത് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പോ നമ്മുടെ മീനാക്ഷിക്കും ആനന്ദിനും ഗോമതിക്കൊക്കെ സന്തോഷമാവണം. ആര്യനൊക്കെ ഈശ്വര ദൈവം കാത്തു, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ദൈവം കാത്തു എന്ന് പറഞ്ഞിട്ട് അവര് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കാട്ടോ. അങ്ങനെ സുകന്യ ഫോൺ വിളിക്കണ്ട് ഗോമതിനെ, ചേച്ചി എന്താ ഇവിടുത്തെ കാര്യം, ദേവിയുടെ കാര്യം എന്താന്ന് ചോദിക്കുമ്പോ ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആനന്ദ് ഡോക്ടറോട് ചോദിക്കണ്ട, എനിക്ക് ദേവീനെ ഒന്ന് കാണണം എന്ന് പറയാണ്. കുഞ്ഞിനെ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ദേവിക്ക് കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ, കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഡോക്ടർ എന്താ പറഞ്ഞത്? കുഞ്ഞ്? അതെ, ആ ഒരു അടി ശരിക്കും അടിവയറ്റിലാണ് കൊണ്ടത്. ഒന്നത്തെ കാര്യം ദേവിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണല്ലോ, അതിനിടയിൽ ഇതും കൂടി ആയപ്പോഴേക്കും അത് കുഴപ്പമില്ല, അത് പോയി, ദൈവം അത് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുകയാണ്. പിന്നെ അവിടെ ഭയങ്കര കരച്ചിലാട്ടോ. ആനന്ദിന്റെ കയ്യിൽ നിന്നിട്ട് ആ കുട്ടുടുപ്പുകളൊക്കെ നിലത്തേക്ക് ചിതറി വീഴാണ്. ആനന്ദിന് അപ്പൊ തന്നെ ബോധമില്ലാത്ത പോലെ ആനന്ദ് അവിടെ പൊട്ടിയിരുന്ന് കരയാണ്. ആര്യൻ ആനന്ദിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഏട്ടാ വിഷമിക്കല്ലേ ഏട്ടാ, നോക്ക് ഒന്നുമില്ല ഏട്ടാ, നമുക്ക് അത് ദൈവം വിധിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ വിചാരിക്കേ. നമുക്ക് എത്രയോ കാര്യങ്ങൾ നമുക്ക് ദൈവം വിധിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ അതിനെ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതിനേക്കാളും നല്ലത് ചിലപ്പോൾ വരുമായിരിക്കും ഏട്ടാ, അങ്ങനെ വിചാരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനപ്പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ആനന്ദ് പറയണ്ട, എന്റെ ദേവി എങ്ങനെയാ വീണത്, അമ്മേ പറ എന്റെ ദേവി എങ്ങനെയാ വീണതെന്ന്. അപ്പൊ ഗോമതി പറയണ്ട, അത് മോനെ പറ അമ്മേ. അപ്പൊ നമ്മുടെ ഗോമതി സത്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ ആനന്ദിന്റെ കാര്യം മനസ്സിലായി, അലോകും അനുവും തമ്മിലെ റിലേഷനാണ് ഇവിടെ ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണമെന്ന്.
ആനന്ദ് ഹോസ്പിറ്റലിൽ ദേവീനെ കാണാൻ പോലും നിൽക്കുന്നില്ല. ആനന്ദ് നേരെ വീട്ടിലേക്ക് പോവാണ്. എല്ലാവർക്കും സമാധാനമായല്ലോ, എന്റെ ദേവിനെ നോക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ടാണ് ആനന്ദ് വീട്ടിലേക്ക് പോണത്. അവിടെ നമ്മുടെ അനു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണെന്ന് പോലും ആനന്ദ് നോക്കുന്നില്ല. ആനന്ദ് അനുവിനോട് പറഞ്ഞു, നിനക്ക് സമാധാനമായല്ലോ, നിന്റെ കാമുകനെ വിളിച്ചു കയറ്റാൻ പറ്റിയ സമയത്ത് ഇതൊക്കെ സംഭവിച്ചല്ലോ. ഏട്ടാ ഞാൻ പറയട്ടെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ സുകന്യ പറയണ്ട, അയ്യോ ആനന്ദ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അനു ഒന്നും ചെയ്തിട്ടില്ല, വേണ്ട ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട, ആർക്കും ഒന്നും നഷ്ടമില്ല, എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. എനിക്ക് നഷ്ടമായത് എനിക്ക് എന്റെ കുഞ്ഞിന്, ഞാൻ എന്റെ കുഞ്ഞിനെ സ്വപ്നം കാണാത്ത ദിവസങ്ങളില്ല, ഓരോരോ സെക്കൻഡും ജോലി സ്ഥലത്ത് പണിയെടുക്കുന്ന സമയത്ത് പോലും ഓരോ സെക്കൻഡും ആ കുഞ്ഞു മുഖം ഞാൻ ഭാവനയെ ചിന്തിച്ചെടുത്തു പോലും ചെയ്തു. എന്ത് ചെയ്യുമ്പോൾ എനിക്ക് കുഞ്ഞു തന്നെ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് ദേവി കരകയറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദേവിക്ക് ഒരിക്കലും ഇതിന്ന് കരകയറാനേ പറ്റത്തില്ല. അവളുടെ മാനസിക നില ആകെ തെറ്റും. അത് മാത്രല്ല എന്റെ അവസ്ഥയോ എനിക്കിത് മറക്കാൻ സാധിക്കില്ല. ഞാനും ദേവിയും ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ ആ കുഞ്ഞ് ജനിക്കാൻ പോവാ, അതായത് കുഞ്ഞ് ദേവിയുടെ വയറ്റിലാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാനും ദേവി അമ്മയും അച്ഛനായി കഴിഞ്ഞു. ആ സ്വപ്നങ്ങളാണ് അനു നീ തകർത്തത്. നോക്കിക്കോ, ഇതിനെ ഞാൻ ഇത് ചെയ്ത എല്ലാവരോടും ഞാൻ പകരം വീട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് വല്ലാത്തൊരു അവസ്ഥയിലാട്ടോ. പിന്നീട് ആനന്ദ് ദേവീനെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ദേവിയുടെ ആണെങ്കിൽ കുഞ്ഞു പോയ കാര്യം നമ്മുടെ ഗോമതിയാണെന്നുണ്ടെങ്കിൽ ശ്രീകലനെ വിളിച്ചു പറയുന്നുണ്ട്. ശ്രീകല അപ്പൊ തന്നെ, അയ്യോ ഉദയേട്ടാ ഓടി വാ, ഉദയേട്ടാ ഓടി വാന്ന് പറഞ്ഞ് വിളിക്കാണ്. ഉദയഭാനു വരുന്നുണ്ട്. എന്താടി അറിഞ്ഞോ നമ്മുടെ ദേവി ഹോസ്പിറ്റലിലാണെന്നോ? ഹോസ്പിറ്റലോ? അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് അതിന് പ്രസവ സമയം ആയില്ലല്ലോ. എന്റെ ഉദയേട്ട അതല്ല, നമ്മുടെ ദേവിക്ക് അപകടം പറ്റിയെന്ന്. കുഞ്ഞിനെന്തോ പറ്റിയെന്നാ തോന്നുന്നത്. എന്റെ ശ്രീകല നീ എന്തൊക്കെയാ പറയണത്? നമ്മുടെ കൊച്ചു മോളാ അല്ലെങ്കിൽ കൊച്ചു മോനാ അവളുടെ അടുത്തിരിക്കണത്. ആ കുഞ്ഞ് എന്ത് പറ്റാനാണ്? ഞാൻ ഒന്നിനും വെറുതെ വിടില്ല, നോക്കിക്കോ ഒന്നിനും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകലയും ഉദയഭാനും അപ്പോഴേക്കും വേഗം ഹോസ്പിറ്റലിൽ വരികയാണ്. നമുക്ക് ഗോമതി എടുത്തും അതുപോലെ തന്നെ ബാലനോടും ഉദയഭാനും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ ദേവിയെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചൂടെ? എന്തിനാണ് അവിടെ കൊണ്ട് കഷ്ടപ്പെടുത്തത്? എന്റെ മോളുടെ ജീവിതം തകർത്തപ്പോ സമാധാനമായില്ലേ? അവള് സ്വപ്നം കണ്ട് ഓരോരോ ദിവസം ആ കുഞ്ഞിനെ വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങളിലായിരുന്നു അവള്. അതൊക്കെ തകർത്ത് കളഞ്ഞില്ലേ നിങ്ങള്? ഇതിന് ഞാൻ എല്ലാത്തിനും പകരം വീട്ടും, നോക്കിക്കോ ഇത് ചെയ്ത എല്ലാവരും ഞാൻ പകരം വീട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്തൊരു അവസ്ഥയില് നമ്മുടെ ഉദയഭാനും ശ്രീകലയും പൊട്ടിത്തെറിക്കാട്ടോ. ശ്രീകലയൊക്കെ ഭയങ്കര കരച്ചിലാണ്. പക്ഷെ നമ്മുടെ അനു പകരം വീട്ടാൻ വേണ്ടിയിട്ടുള്ള മൈൻഡാണ് കേട്ടോ അനുവിന്റെ. കാരണം ഇതിനെല്ലാത്തിനും കാരണം അലോകാണ്. അവനോട് പകരം വീട്ടണം. ദേവിയെടുത്തിട്ട് കുഞ്ഞുപോയി, അതുപോലെ തന്നെ ഈ വീടിന്റെ സമാധാനം കളഞ്ഞു, എല്ലാവരുടെ സന്തോഷം കളഞ്ഞു. ദേവിയെടുത്തേക്കും ആനന്ദേട്ടനും ആ കുഞ്ഞിനും വേണ്ടി താൻ അലോകിനോട് പകരം വീട്ടിയേ പറ്റൂ. അപ്പൊ അനു ഇനി കാണാൻ അനുവിന്റെ വേറൊരു മുഖമാണ്. കാരണം അലോകിനെ വിവാഹം കഴിച്ച് അവനെ നാറാണക്കാലെടുപ്പിക്കണം. അതായത് അവനെ സാമ്പത്തികമായിട്ട് തകർത്ത് അവന്റെ പണം എല്ലാം തകർത്ത് കളഞ്ഞിട്ട് അവനെ സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് തകർത്ത് കളയണം. അതിന് വേണ്ടിയിട്ടാണ് അനു പിന്നെ അലോകിനെ വിവാഹമൊക്കെ കഴിക്കുന്ന ഭാഗം വരുന്നത് കേട്ടോ. അതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. എന്തായാലും ഈ ആഴ്ച ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.